ഷാൻ, ഇവിടെ ഒട്ടും ഭംഗിയില്ല അല്ലേ? ആകെ മഞ്ഞ. ഈ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നല്ലാതെ എന്ത് കാണാനാ ഇവിടെ? നോക്ക്, മരം പോലും മഞ്ഞ് നിറഞ്ഞാ നിൽക്കുന്നേ, ഒരൊറ്റ പൂ പോലും ഇല്ല. ഈ മഞ്ഞിനേക്കാൾ ഭംഗി എന്റെ പെണ്ണിനാവുമ്പോ ഈ മരങ്ങളിൽ പൂക്കുന്ന പൂക്കളേക്കാൾ നിന്നിൽ വിരിയുന്ന വസന്തം കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വെറുതെ പറഞ്ഞ പൂക്കളിലും മഞ്ഞു മരങ്ങൾ കാണാൻ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കണ്ടായിരുന്നു എന്ന് ആത്മീസിരുന്നു. എബിച്ചായ നല്ല തണുപ്പ്. വീണു പുറത്തോട്ട് നോക്കി പറഞ്ഞ എബി അവൾക്കടുത്തേക്കായി ചേർന്നിരുന്നു. വീണു ഒരു ഉമ്മന്തരട്ടെ, ഈ തണുപ്പൊക്കെ പമ്പയല്ല, അതൊക്കെ മേലെ കടന്നു പോവും. ഒരു ഉമ്മയെങ്ങാനും ഒത്താരോ എന്ന പോലെ അവൻ എലി പുന്നെല്ല് കണ്ടണക്ക് വീണയെ നോക്കിയത് അവന്റെ നോട്ടത്തിൽ പതിരെ വീണ. നിക്കേ തണുക്കണില്ല എന്ന് പതിയെ പറഞ്ഞു കേട്ട്. പുല്ല്, ഇനി ഇവൾക്ക് ഈ ജന്മത്തിൽ തണുപ്പേ കാണില്ല. എന്റെ ഹണിമോൺ പരമ്പര ദൈവങ്ങളെ ചതിക്കരുത്. ആത്മയോടെ വീണയെ നോക്കിയതും അവൾ മിഴികൾ പുറത്തോട്ട് മാറ്റി. കിച്ച അക്കുവിന്റെ ഉള്ളിൽ ആപ്പിൾ എന്തോ വർക്ക് ചെയ്തോണ്ടിരുന്ന മുഖമുയർത്തി എന്തെന്നുള്ള രീതിയിൽ പുരികമുയർത്തി നോക്കി. ഒന്നുമില്ല, പോണാച്ചി അടുത്ത ആഴ്ച വാ എന്ന നിഷ്കളങ്ക ഭാഗത്തോടെ ഇരുതോളം മുതിച്ച് പറഞ്ഞു. അവൻ തിരികെ മിഴികളുടെ ആപ്പിലേക്ക് പതിപ്പിച്ചു. ഇങ്ങനെ ഒരു ജോലി പ്രാന്തനായി നന്നായി, ഇനി അതിന്റെ പുറകെ പൊയ്ക്കോളും, ഞാൻ രക്ഷപ്പെട്ടു എന്ന് മനസ്സിൽ പറഞ്ഞു. കിച്ച, ജോലി ഒത്തിരി ഉണ്ടല്ലേ? ട്രിപ്പിന് വന്നിട്ടും ജോലിയോടുള്ള ഈ ആത്മാർത്ഥത വിജൃംഭിച്ചു പോയി. എനിക്ക് വേറെന്ത് വേണം? ഐ പ്രൗഡ് ഓഫ് യു മൈ ഫർത്തു, പ്രൗഡ് ഓഫ് യു. അവൾ മെല്ലെ പതിപ്പിക്കാൻ തുടങ്ങി. കിച്ച, എന്നാലേ നമുക്ക് ജോലിയെല്ലാം തീർത്തൊരു സാവധാനം വന്നാൽ മതിയായിരുന്നല്ലേ? സാരല്ല, വന്നുപോയില്ലേ, ഞാനൊരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യില്ല. എന്റെ രാവണം ജോലിയൊക്കെ പതിയെ തീർത്താൽ മതി കേട്ടോ. ജോലിയിൽ അശ്രദ്ധ കാണിച്ച് നമ്മുടെ കമ്പനി നഷ്ടം വരാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് വെളുക്കെ ചിരിച്ച് ലാപ്പിൽ നിന്ന് മുഖം വരുത്തി അവർ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ചിരിയോടെ തലയാട്ടിക്കൊണ്ട് എന്തൊക്കെയോ ചെയ്ത് ലാപ്പ് ഓഫ് ചെയ്ത് അടച്ചു വെച്ചു. എന്തിനാ അടച്ചു വെച്ചേ? ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? കഴിഞ്ഞു. ഫൈനലായിട്ട് ഒരു പ്രൊജക്ടിന്റെ കാര്യങ്ങൾ കൂടെ മെയിൽ ചെയ്തായിരുന്നു. ഇനി ഒരാഴ്ചക്ക് നമ്മളാരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ട് എല്ലാം സെറ്റിൽ ചെയ്തു. നമുക്കിടയിൽ ഇനി ഒരാഴ്ച നമ്മൾ മാത്രം മതി. എന്റെ പെട്ടിയുടെ അവസാന അണിയായിരുന്നല്ലേ അടിച്ച് ഓഫ് ചെയ്ത ലാപ്പ്. ആത്മയുടെ അവൾ നഖം കടിക്കാനായി കൈ വായിലിട്ട് കൊണ്ടുവന്നപ്പോഴാണ് കൈയുള്ള ഗ്ലൗസ് കണ്ട് ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ പുല്ല് എന്ന് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞ് പുറത്തോട്ട് നോക്കിയിരുന്നു. പിന്നെ ഈ അല്പസമയത്ത് മൗനത്തിന് ശേഷം അവൾ പതിയവനെ തോണ്ടി. പുല്ല്, ഇത്രയും കട്ടിയുള്ള ഡ്രസ് ഇട്ടിട്ട് ഞാനും തൊട്ട പോലും അറിഞ്ഞില്ല. ഇങ്ങനെ രാവണ കിച്ച, ഇവിടെ ഇല്ലേ മുഴുവൻ തുണിയെടുക്കാത്ത ആണുങ്ങളല്ലേ? വാട്ട്? അങ്ങനെയല്ല, കുഞ്ഞു തുണിയെടുക്കാറുള്ളൂ എന്നാ ഉദ്ദേശിച്ച്. എനിക്കാണെങ്കിൽ അങ്ങനെയുള്ളവരെ കാണുന്നേ ഇഷ്ടാവില്ല. നമുക്ക് കണ്ണുമുത്തി നാട്ടിലേക്ക് തിരികെ പോയാലോ? ഇത്രയും തണുപ്പുറഞ്ഞ കാലാവസ്ഥയിൽ നീ പറഞ്ഞ കോസ്റ്റ്യൂം ഇട്ടോണ്ടാണല്ലോ ആളുകൾ ഇതിലൂടെ നടക്കുന്നതല്ലേ? അവന് പുരികമുയർത്തിയുള്ള ചോദ്യത്തിൽ ഒത്തില്ല. അങ്ങേര് മളയും കൊണ്ട് ഈ സമയത്ത് വന്നിട്ടല്ലേ? അല്ലേലും അതും പറഞ്ഞ് മുങ്ങായിരുന്നു. അല്ലേലും ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ, മോഞ്ചിപ്പോവും. സ്വയം ആത്മയ്ക്കവേ അവളിലേക്ക് ചേർന്നിട്ടുണ്ടാവും പതിയെ കാതിലായി. ഇനിയിപ്പോ അങ്ങനെയുള്ളവരുണ്ടെങ്കിലും എനിക്ക് എന്റെ പെണ്ണിനെ ആ അറ്ററിൽ കാണാനാ കൂടുതൽ താല്പര്യം. എന്ത്? ഇനിയിപ്പോ നീ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലടി, തല്ലുള്ളി, ഞാൻ ഡബിൾ ഓക്കെയാ എന്ന് പറഞ്ഞ് സൈറ്റ് അടിച്ചത് ഉമിനീരിറക്കി അവൾ കണ്ണും തള്ളി. ഇതെന്റെ രാവണനല്ല, എന്റെ രാവണൻ ഇങ്ങനെയല്ല എന്ന ആത്മയോടെ കിളി പറത്തിയിരുന്നു. അവർ സഞ്ചരിച്ചിരുന്ന ഊബർ അവർക്കായി ഏർപ്പെടുത്തിയ ഹണിമൂൺ കോട്ടേജിന് മുന്നിലായി വന്നു നിന്നു. അവരിൽ നിന്നിറങ്ങിയ പാടെ പെൺപടകൾ അവരുടെ പാതികളിൽ നിന്ന് വിട്ടുമാറി ഒരുമിച്ച് നിന്നു. അവർ വന്നപ്പോഴേക്കും ആ വില്ലയുടെ കീകളുമായി ഒരാൾ കടന്നു വന്ന് എന്തൊക്കെയോ അവന്മാരോട് പറഞ്ഞ് കീ ഏൽപ്പിച്ചു പോയി. അവന്മാർ 6 പേര് ഓരോ കീ വീതം മേടിച്ച് തമ്മിൽ സംസാരിക്കുന്നത് നോക്കിയിരുന്നവളുമാർ. നമുക്കുള്ള എന്തൊക്കെയോ പാരകളാണ് തോന്നുന്നു ആ സംസാരിക്കുന്നത്. ശ്രീ പറയുന്ന കേട്ട് ഇശു. ആ സംസാരിക്കുന്നവരെന്നെ നമുക്കുള്ള പാരകൾ. എന്തൊക്കെ നൂലാമാലകളാവോ വരാൻ പോകുന്നത്. എന്നാൽ ഇതിലൊന്നും പെടാതെ ചുറ്റുഭാഗവും പരന്നിടക്കുന്ന മഞ്ഞകളിലേക്ക് നോക്കി എന്തോ ആലോചിച്ച് നിൽക്കുകയായിരുന്നു അക്കു. നീ കുറച്ചേരം അരടി ഒന്നും മിണ്ടാ നിൽക്കുന്നേ, എന്തു പറ്റിയടി? ലിയന്റെ ചോദ്യത്തിൽ അക്കു നമുക്കൊരാൾ കിടിലെ ഐഡിയ ഇട്ടിടി. നോക്കടി എന്തോരം മഞ്ഞ. ഞാൻ ആലോചിക്കായിരുന്നേ, ആമാരെ കാണാൻ കുറച്ച് മഞ്ഞെടുത്ത് ചുരുണ്ടി ഐസ് ഉണ്ടാക്കിയാലൊന്ന്. എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? ഞാറടി പൊളിച്ച്. ഇതാരുടെ ഓഞ്ഞ ഡയലോഗാന്ന് ആലോചിച്ച് നോക്കിയതേ അതാ കളിച്ചുകൊണ്ട് നിൽക്കുന്ന എബി. ഇങ്ങളിന് അല്ല എന്തിനു റെഡിയായിന്നാ പറഞ്ഞേ? അവര് ട്രാപ്പിലാക്കിയതിന്റെ എല്ലാ നീരസവും ഉണ്ടായിരുന്നു അക്കുവിന്റെ ആ ചോദ്യത്തിൽ. ചുരണ്ടി ഐസ് ഉണ്ടാക്കിയല്ലേ? ഞാൻ കേട്ട്. എനിക്കൂടെ തരുമോ? എനിക്ക് തരാതെ ഒറ്റക്ക് നിന്നാ മറ്റേ വയറുവേദനയും പിടിക്കും സത്യം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തൂറ്റിൽ പിടിക്കും. എന്നാ അവന്മാരുടെ അടുത്ത് ഞങ്ങൾ രക്ഷിക്കുവോ? യേശു പ്രതീക്ഷയോട് ചോദിച്ചു. എന്നതാ പറഞ്ഞ് രക്ഷിക്കാനോ? അതിലും നല്ല ഞാൻ സ്വയം ഒരു പെട്ടിയിൽ വിളിച്ചുകൊണ്ട് കിടക്കുന്നില്ലേ? അവന്മാരുടെ കട്ടയും പടവാക്കൂടി. എനിക്ക് ചൊരണ്ടി വേണ്ട, വെള്ളം കുടിച്ച് ജീവിക്കാൻ പോലും സമ്മതിക്കില്ലല്ലേ എന്ന് പറഞ്ഞ അവൻ. അവരോട് വെയിറ്റ് ചെയ്യാ, പെട്ടെന്ന് വാ. അപ്പൊ ചൊരണ്ടി വേണ്ടേ? വേണ്ട, എനിക്ക് തൊണ്ടവേദന വരും തണുപ്പടിച്ചാല്. കുറച്ച് കഴിച്ചെന്നിരുത്തി ഒന്നും ആവില്ല. കഴിച്ചിട്ട് വരുന്ന കാര്യമില്ലെന്നോ പറഞ്ഞ് നിങ്ങളുടെ കൂടി വല്ല ഉടായ്പ ചെയ്താലേ അവന്മാരുടെ കൊങ്ങക്ക് പിടിക്കും. അങ്ങനെ എനിക്ക് തൊണ്ടവേദന വരും പറഞ്ഞ്. അപ്പോ നോ
ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പ്രലോഭിക്ക. ജീവിക്കാൻ സമ്മതിക്കില്ല കർത്താവ് എന്നെ. വേഗം വന്നേ, അവരോട് വെയിറ്റ് ചെയ്യാ എന്ന് പറഞ്ഞ് വീണയെ നോക്കി. എന്നാ നോക്കി നിൽക്കുക വീണ കൊച്ചെ, വാ എന്ന് പറഞ്ഞു. ഞാൻ ഇവരുടെ കൂടെ വരാം എന്ന് പറഞ്ഞ് ശിവയോട് ചേർന്ന് നിന്നു. ഇവളെ കെട്ടിയത് ഞാനോ അതോ ശിവയോ? നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഹണിമൂണാ വന്നിരിക്കുന്ന, അല്ല സ്റ്റഡി ടൂറിനല്ല. ഇതൊക്കെ വീണയെ നോക്കി പറയണമെന്നുണ്ടെങ്കിലും ഇനി ഇവിടെ നിന്നാൽ അവര് വീണ്ടും തന്നെ ഫുഡിൽ വീഴ്ത്തുന്ന കണക്കൂട്ടിൽ അവിടുന്ന് എസ്കേപ്പ് അടിച്ചു. ആ വഴി അടഞ്ഞെന്ന ഒരു അക്കു വീണയെ പല്ലടിച്ച് നോക്കി. ആര് ഇന്ന നോക്കണെന്താ? ഈ ചൈനയുടെ ഫ്രണ്ട് അല്ലേ, അവരോടൊപ്പം നിൽക്കൂ എന്ന് ഭാഗത്തെ പോലെ പറഞ്ഞ അവന്മാർ വിളി തുടങ്ങി. പിന്നീട് അവരാറും കൂടെ അവന്മാരുടെ ഒപ്പം കോട്ടേജിലേക്ക് പോയി. ആറ് വഴിക്ക് തിരിയുന്ന കണ്ട് പെൺപിള്ളേരെ അവിടെ പരിങ്ങിയിരുന്നു. വരുന്നില്ലേ? ഈശുവിലേക്ക് തിരിഞ്ഞ അരിയുടെ ചോദ്യത്തിൽ. അതെ, ഞങ്ങളെല്ലാം ഒരു റൂമിൽ നിന്നോളാം. ഇളിയോടെ ഈശു പറഞ്ഞതിന് പുറകെ ലീയും. അതാ നല്ലേ. എന്തിനാ വെറുതെ ഇത്രയും റൂമൊക്കെ എടുത്ത് പൈസ കളയുന്നല്ലേ? ശരിയാ, ലാസ്റ്റ് കുത്തുവാളെടുക്കേണ്ടി വരില്ലേ? ആർഭാടം നല്ലതല്ല. ശിവ പറഞ്ഞു. ദേവിയതാ. ഓഹോ, എന്നിട്ട് എന്നുള്ള എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുന്നു. ഈ പൈസ ഉണ്ടെങ്കിൽ കുറെ പാവങ്ങൾക്ക് പൊറോട്ടയും ബീഫും വാങ്ങി കൊടുക്കാലോ. ശിവയുടെ അഭിപ്രായത്തോട് ചോദിച്ച കണക്ക് ബാക്കിയുള്ളതുങ്ങളും നിന്നു. അതിന്റെ കാര്യത്തിൽ മക്കൾ പേടിക്കണ്ട. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു വീതം പാവങ്ങൾക്ക് തന്നെ കൊടുക്കാറ്, ദേവി പറഞ്ഞതും. ഇതിന്നോ? ശ്രീ സംശയത്താൽ പുരികം ചുളിച്ചു ദക്ഷ വന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട്. അതേമാതിരി ഈ റിസോർട്ട് പഞ്ചാഗ്നി ഗ്രൂപ്പിന്റെ തന്നെയാ. പുറത്തുള്ള ബോർഡ് മഞ്ഞു വീട്ട് കാണാതെ പോയി കാണും എന്ന് പറയവേ അവളുമാർ ദയനീയമായി പരസ്പരം നോക്കി. അപ്പൊ ഗൈസ്, ഞാൻ വിട്ടു എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പോകവേ ബാക്കിയുള്ളവന്മാർ അവരുടെ പാതികളെ നോക്കിയതും പെൺപിള്ളേർ. റൂം കാണിച്ചു തന്നാലേ പോരാൻ പറ്റുള്ളൂ എന്ന ഭാഗത്തിൽ മുഖത്ത് നിഷ്കളങ്കത വാരി നിറച്ചു നിന്നു. അവര് മുന്നോട്ട് പോയതും അവരുടെ പുറകെ അവളുമാരും വെച്ച് പിടിച്ചു. അവരോരോരുത്തരും അവർക്കായുള്ള റൂമിലേക്ക് പ്രവേശിച്ചു. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വുഡൻ ഇന്റീരിയർ ഡിസൈനോട് കൂടിയ റൂമായിരുന്നു അത്. നേരത്തെ പൊക്കെ എടുത്തുകൊണ്ട് പോയപ്പോൾ കിച്ചുവിനെ തട്ടി വിളിച്ചു. അതേ ബാഹുബലി, എന്നെ അല്ലെങ്കിൽ എടുത്തോണ്ട് പോയിണ്ട് നമ്മുടെ ലഗേജ് ഒക്കെയാ. ഇനി അതെല്ലാം ആരെടുത്തോണ്ട് വരുന്ന കരുതിയിട്ടാ? എന്നെ വല്ല അടിമക്കണ്ണാക്കാനാണ് ഉദ്ദേശമെങ്കിൽ നീ കുറച്ചേരം ആ വാ ഒന്ന് അടച്ചു വെക്കാവോ? ലഗേജ് ഒക്കെ എപ്പോഴും റൂമിലെത്തിയിട്ടുണ്ടാവും. ഇനി നിന്നെ മാത്രമേ അങ്ങോട്ട് എത്തിക്കാനുള്ളൂ. പക്ഷെ നിന്റെ സംസാരം കഴിഞ്ഞിട്ട് വേണ്ടേ? ഹലോ മിസ്റ്റർ, ഞാൻ നാട് വിട്ടെന്ന് എഴുതി എന്റെ വായ്ക്ക് റെസ്റ്റ് കൊടുക്കാന്നാണ് മോൻ തിങ്ക് ചെയ്തെങ്കിലേ അതൊരിക്കലും നടക്കില്ല. ഞാൻ ഇനിയും സംസാരിക്കും. എന്റെ വാ, എന്റെ നാവ്, എന്റെ ചിന്തകൾ. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ പറയും, എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ പറയും എന്ന് വാതോരാതെ പറയുന്നിടയിൽ അവൻ കഥക് തുറന്ന് അകത്തോട്ട് കയറി ലോക്ക് ചെയ്തിരുന്നു. എന്നിട്ടില്ല അവൾക്ക് നിർത്താനുള്ള ഭാവമില്ലാതെ തുടർന്നു. അല്ലേ, ഞാൻ സംസാരിക്കുന്നതിന് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. ഒരു മനുഷ്യന് എന്ത് സംസാരിക്കാനുള്ള അവകാശം നാട് വിട്ടു പോയില്ലെന്നാണോ പറയുന്നത്? ഇനിയിപ്പോ എന്റെ സംസാരം കേൾക്കുന്ന ഇഷ്ടം നീ കാതുകുത്തിക്കോ. അമ്മയ്ക്ക് ഇനിയും ചിലത് പറയാനുണ്ട്. പിന്നെ എനിക്ക് ആ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് ആ വായിലേക്കിട്ടില്ല. അപ്പോഴേക്ക് അവൻ അവളെ നിലത്തേക്ക് ഇറക്കി കഥയിലേക്ക് ചേർത്ത് വെച്ച് ഞൊടിയുടെ വാത്തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവളുടെ അത്തരത്തിലേക്കായി തന്റെ അത്തരം ചേർത്ത് വെച്ചു. പറഞ്ഞു തുടങ്ങിയ വാക്കുകൾ അവന്റെ ചുമരത്തിൽ പിടിച്ചു കെട്ടി കണക്ക് തൊണ്ടക്കുഴിയിലായി അടഞ്ഞുപോയി. അവളുടെ അത്തരത്തെ ഒന്നാകെ കടിച്ചു നുണഞ്ഞു വിട്ട് അവളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട്. വാടച്ചു വെക്കാൻ നിന്ന് ഇനി എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കരുത്. പിടിവിട്ടു പോയ ഈ ചുണ്ടിൽ തന്നതിന്റെ സ്ഥാനിക്ക് മാറ്റാൻ ഇഷ്ടക്കുറവൊന്നുമില്ല. ദുഷ്ട കാപാലിക, എന്നൊന്ന് പറഞ്ഞു മുഴുമിക്കാൻ സമ്മതിക്കാൻ വൃത്തിയോട് പറയുന്നു. ഓ, ഇനിയും ഉണ്ടോ? ആൻ തലയിൽ കൈവച്ചു പോയി. പിന്നില്ലാതെ എനിക്ക് നമ്മളിങ്ങോട്ട് വന്ന ആ ഫ്ലൈറ്റ് അത്രയ്ക്ക് പിടിച്ചില്ല. ആദ്യമായിട്ടൊന്ന് ഫ്ലൈറ്റ് കയറിയ ഞാൻ. എന്നിട്ട് ആ ഫ്ലൈറ്റ് ഒന്ന് ഉയർന്നപ്പോഴത്തെ സന്തോഷം കൊണ്ട് വിസടിക്കാൻ പോലുള്ള അവകാശം തരാൻ സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞ ആ ഫ്ലൈറ്റ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇവളെ കൊണ്ട് ഞാൻ. നീ അപ്പൊ സീറ്റ് ബെൽറ്റ് ഇടാൻ എന്ത് നോക്കിക്കായിരുന്നു? അത് ഞാൻ എന്റെ സംഘങ്ങൾക്ക് സീറ്റ് കിട്ടിയോ നോക്കിയതാ. സീറ്റ് കിട്ടിയില്ലെങ്കിൽ കമ്പിയിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടാവില്ലേ? പൊന്നാക്കു, ഇത് ബസ്സല്ല, സീറ്റ് പിടിച്ചു വെക്കാം, ഫ്ലൈറ്റാ. എന്തായിട്ടെന്താ, എനിക്കൊന്ന് വിസിലടിക്കാൻ പറ്റിയോ? അതൊക്കെ ഞങ്ങളുടെ ബസ് എന്ന് തുടങ്ങി വെച്ച അതിനെ തടയിട്ടുണ്ട്. എന്നാ നിനക്ക് ലാൻഡ് ചെയ്തപ്പോഴൊന്ന് വിസിലടിച്ചൂടായിരുന്നോ? അതിന് ലാൻഡ് ചെയ്യാൻ നേരത്തെ വിസിലടിക്കാന്ന് എനിക്ക് ഓർമ്മയിൽ വരണ്ടേ? അപ്പോഴേക്കും എന്റെ മനസ്സ് മുഴുവൻ ആ ഫ്ലൈറ്റിലെ ചക്രങ്ങാൻ അഴിഞ്ഞു പോയി എങ്ങനെ നിരത്തിറക്കുന്നൊക്കെ ആലോചിച്ച് പേടിച്ചിരിക്കുമല്ലായിരുന്നോ? നിന്നെ സമ്മതിച്ചു. നിനക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും. ബുദ്ധിയുള്ളവർക്ക് ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരും. നിങ്ങൾക്ക് അതില്ലാതെ പോയത് എന്റെ തെറ്റല്ലല്ലോ. പൊന്നുവാളെ, ഇനി താങ്ങത്തില്ല. നീ ഇനിയും പരാതികളുണ്ടെങ്കിലേ അതൊക്കെ ചിന്തിച്ചിവിടെ ഇരിക്കും. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞ് ബെഡിലായി വെച്ച ബാഗിൽ നിന്ന് ടവലും ഡ്രസ്സും എടുത്ത് അവനടുത്തുള്ള വാഷ്റൂമിലേക്ക് കയറി. ഇങ്ങനെ ചിന്താശേഷിയില്ലാത്ത ഭർത്താവിനെയാണല്ലോ പഠിച്ചവനെ എനിക്ക് നീ തന്ന്. അത് അങ്ങേരുടെ ചിന്ത. ആദ്യം എന്റെ ചിന്തയിലൂടെ ഉടലെടുത്ത ആ ചുരണ്ടി ഐസിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇങ്ങേരി തെങ്ങാനും അറിഞ്ഞ ഹൈജീനും പൊക്കി പിടിച്ചോണ്ട് വന്ന അതൊന്നും എടുക്കാൻ പോലും സമ്മതിക്കില്ല. അങ്ങേര് കാണാതെ മുങ്ങേണ്ടി വരും. അവളുടെ ഗഹനമായ ആലോചനക്കിടയിൽ അവൻ ഫ്രഷായി ഇറങ്ങി. ഇതുവരെ നിന്റെ ചിന്തയൊന്നും കഴിഞ്ഞില്ലേ? ഇനി പോയി ഫ്രഷായി വന്നിട്ട് ബാക്കിയൊന്നും ചിന്തിക്കേ. അവന്റെ മറുപടിക്ക് തിരിച്ചൊരു മറുപടി പോലും പറയാൻ അവിടെ കൈയില്ലാത്തതുകൊണ്ട് പുച്ഛഭാഗത്തിൽ അതൊതുക്കി ബാഗിൽ നിന്ന് ഡ്രസ്സും ടവലും എടുത്തുകൊണ്ട് പോയി. അക്കു, ഈ വേണ്ട, എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. എനിക്കെല്ലാം അറിയാം. എന്റെ ചിന്തകൾക്കൊന്നും യാതൊരു വിലയും തരാത്ത കാപാലികൻ എടുത്തടിച്ച പോലെ പറഞ്ഞുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് കയറി കഥകടച്ചു. അധികം വൈകിയില്ല. അപ്പോഴേക്കകത്ത് നിന്ന് അലർച്ചയ്ക്ക് പുറമെ കഥക് തുറന്ന് തല മാത്രം വെളിയിലിട്ടുകൊണ്ട് പല്ലും കാണിച്ച് വെളുക്കിനെ ഇളിച്ചു നിൽക്കുന്നു. ഈ ഒരു ഭാഗം താൻ ആദ്യമേ കരുതിയിരുന്നുകൊണ്ട് അവൻ അവിടേക്ക് തന്നെ നോക്കിയെന്ന് പുരികം മുന്തിച്ചു. അതെ, ഭയങ്കര തണുപ്പ്.
എല്ലാം അറിയാമെന്ന് നീയല്ലേ പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ തണുത്ത് കുറച്ച് സഞ്ചരിക്കുന്ന ഐസ് ക്യൂബ് ആവണമെന്നാണോ? ഞാൻ കുളിക്കുന്നില്ല, ഒരു ദിവസം കുളിച്ചില്ല എന്ന് വെച്ച്. മര്യാദക്ക് പോയി കുളിച്ചോ നീ ഇല്ലേ? തണുപ്പായോണ്ടല്ലേ എന്ന് പറഞ്ഞ് ചുണ്ടി ഉണക്കിയതും, നീ എന്നെ രാത്രി വരെ കാത്തിരിപ്പിക്കില്ലെങ്കിൽ ഞാൻ ഇപ്പോഴേ വരാം. നേരത്തെ നീ പറഞ്ഞ വൃത്തിയുടെ നല്ല വൃത്തിക്ക് ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞ് ബെഡിൽ നിന്ന് എണീറ്റതേ. വേണ്ട, ഉള്ളോട്ട് ഞാൻ കുളിച്ചോളാം എന്നറിയിക്കുകയും അവൻ എണീറ്റ് വരും മുമ്പ് അവൾ കഥ കടച്ചു. അതോടെ ചെറു പുഞ്ചിരിയോടെ അവൻ, അക്കു വാട്ടർ ഹീറ്റർ ഉണ്ട്, അത് ഓൺ ചെയ്തേക്ക്, ചൂടുവെള്ളം കിട്ടും എന്ന് വിളിച്ചു പറഞ്ഞ് ബെഡിലേക്കായിരുന്നു. എന്നാൽ ഇങ്ങ് ഡേവിയുടെ റൂമിൽ അവരകത്തേക്ക് കയറിയതിനു പുറകെ ശിവ വാഷ്റൂമിലേക്ക് കയറി കഥ കടച്ചു. ഓ ഗോഡ്, അങ്ങേരോട് മിണ്ടാതിരിക്കുന്ന ബെറ്റർ, അല്ലെങ്കിൽ അതിൽ തൂങ്ങി പിടിച്ചോണ്ട് റൊമാൻസിക്കാൻ വരും. ഞാൻ തന്നെ വേണ്ട എന്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ, അല്ലാതെ പേടിയായതുകൊണ്ടല്ല കേട്ടോ. ഓരോന്ന് ആലോചിച്ച് ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിറങ്ങിയ പാടെ ദേവി ഫോൺ ചാർജിലായിട്ട് ടവലെടുത്ത് വാഷ്റൂമിലേക്ക് കയറി. കുളിയും നനയും കഴിഞ്ഞവൻ ഇറങ്ങിയപ്പോൾ അതാ അവിടെ കൊണ്ടുവന്നതിൽ പെട്ടി തുറന്ന് അതിലുള്ളവ മിറർ ടേബിൾ കാര്യമായിട്ട് അടുക്കി പെറുക്കി വെക്കില്ലാണ് കക്ഷി. അടുത്തോട്ട് ചെന്നപ്പോൾ കക്ഷി ബാഗിൽ നിന്ന് ആ കാച്ചെണ്ണ ഈ രാസനാദിപ്പൊടി എടുത്തു വെക്കുന്നു. ഇതൊക്കെ കെട്ടിയെടുത്തോണ്ടാണ് നീ വന്നേക്കുന്നത്? ഇതൊക്കെ എന്നാത്തിനാ? നിങ്ങൾക്ക് പറയാം, എന്തെങ്കിലും അസുഖം വന്നാലോ? ഇപ്പോഴേ കണ്ടില്ലേ തനാനിച്ചു വന്ന് നിൽക്കുന്നു, ഇങ്ങോട്ടാ എന്ന് പറഞ്ഞ് കയ്യിലുള്ള ടവൽ വലിച്ചെടുത്ത് അവളവന്റെ തല തുവർത്തി കൊടുക്കാൻ തുടങ്ങി. മറ്റൊന്നും ശ്രദ്ധിക്കാതെ അവൾ പെട്ടെന്ന് തന്നെ ടവൽ തന്നെ തോളിലേക്ക് ഇട്ട് ടേബിളിൽ വെച്ച രാസ്നാദിയുടെ തലയിൽ തിരുമ്മി. അവളിലെ ആ ഭാവം കണ്ണിമച്ചിമാ നോക്കിക്കൊണ്ടിരുന്നവൻ അടുത്ത നിമിഷം അവൾ ഇടുപ്പിലൂടെ പിടിച്ച് തന്നിലേക്ക് വലിച്ചേർത്ത് കഴുത്തിലേക്കായി മുഖം പൂഴ്ത്തി. അവന്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ അവൾ പിടഞ്ഞുപോയി. അവനെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും മുമ്പ് അവന്റെ പല്ലുകൾ കഴുത്തിലായി ആഴത്തിൽ കടിച്ചു നുണഞ്ഞു. അതിന്റെ ഫലമായി അവളുടെ കൈകൾ അവന്റെ നഗ്നമായ നെഞ്ചിലമർന്നു. പിടച്ചിലോടെ തന്നിലേക്ക് ചേർന്ന് നിൽക്കുന്നവളുടെ കാതിലായി പതിഞ്ഞ സ്വരത്തിൽ, നിന്നിലെ ഓരോ ഭാവം പോലും എന്നെ നിന്നിലേക്ക് വലിച്ചടുപ്പിക്കുകയാണ് ശിവ. നിന്റെ ഈ നോട്ടവും ഇടയ്ക്കെന്നോട് കട്ടക്ക് പിടിച്ചിൽക്കാനുള്ള നിന്റെ ശ്രമവും, എന്തിനേറെ നിന്റെ ഈ മണം പോലും എന്നിലെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്നുണ്ട്. നിന്നെ ഒന്നാകെ അറിയാനുള്ള ആഗ്രഹം പോലും എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പെണ്ണേ. അവന്റെ ഓരോ വാക്കുകളിലും അവളുടെ കൈകാലുകൾ തളർന്നുപോയി. ഇച്ചായ, അവളുടെ ശബ്ദം പതറിപ്പോയി. പിന്നെ നിന്നിലാ മയിൽ പീലി ടാറ്റു എന്ന് പറഞ്ഞ അവന്റെ കൈ അവിടെ മാറിലേക്കായി ചലിച്ചതും ഉൾക്കിടലത്തോടെ പെട്ടെന്നുള്ള പ്രേരണയാൽ അവൾ അവനെ പിടിച്ചു തള്ളി. നെഞ്ചിലെ ഉയർന്നു മിടിക്കുന്ന ഹൃദയതാളത്തെ വരിതിൽ വരുത്താനായി അവൾ അവിടെ കൈത്തളം കൊണ്ട് അമർത്തി. തന്റെ വാക്കുകളും സാമീപ്യവും അവളിൽ നിറച്ച വിറയിൽ ആസ്വദിക്കുകയായിരുന്നു അവൻ. അവളിലെ ആ പിടച്ചിൽ പോലും അവൻ അവളിലേക്ക് അടുപ്പിക്കാൻ പ്രേരണ ഉയർത്തി. തൽഫലമായി അവന്റെ കാലുകൾ അവളിലേക്ക് ചൂടുവെച്ചതും ഞെട്ടലോടെ മുഖമുയർത്തിയവൾ, ഞാൻ എന്റെ ചെയിൻ വാഷ്റൂമിൽ വെച്ചിരിക്കുക, എടുത്തിട്ട് വരാം എന്ന് വിക്രയോടെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവൾ അവനെയും മറികടന്ന് വാഷ്റൂമിലേക്ക് ഓടി. പക്ഷെ അതിനു മുന്നേ അവൻ അവളുടെ കൈകളിലായി അവന്റെ കൈത്തലം മുറുക്കി അവളിലേക്ക് ചേർന്നുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ, പിന്നെ ഇച്ചായന്റെ കൊച്ചിങ്ങനെ വരച്ചാലോ? പോയി എന്നതാണെന്ന് വെച്ചാൽ എടുത്തേച്ചു വാ. അത് ഈ കഴുത്തിൽ ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്ന ചെയിനാണെങ്കിലും എന്ന് കേൾക്കി അവൾ ഞെട്ടിലോടെ കഴുത്തിലായി തന്റെ താലിയോടൊപ്പം പിണഞ്ഞെടുക്കുന്ന ചെയിൻ കണ്ട് അവൾ ഉമിനീരിറക്കിപ്പോയി. അത് ഞാൻ പിന്നെ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ, ബട്ട് എനിക്കത് കണ്ടേ തീരൂ ശിവ. ആ ടാറ്റു, അതും തൊട്ടടുത്ത്. കൃഷ്ണ ഉള്ളാലെ വിളിച്ച് അവന്റെ വാക്കുകൾ അവളിൽ ഏൽപ്പിച്ച വിറയലിന്റെ ഫലമായി അവൾ മിഴികൾ ഇറുക്കി അടച്ചു. അടുത്ത നിമിഷം അവളുടെ ഷോൾഡറിൽ പതിയെ കടിച്ചുകൊണ്ടവൻ, ഇവിടെ ഇങ്ങനെ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്? നിന്റെ കഴുത്തിൽ പൊടിയുന്ന വിയർപ്പ് തുള്ളിയെ നിന്നിലൊരു പേമാരി പോലെ ആക്കാൻ ഞാൻ ഒരുങ്ങുക കൊച്ചേ എന്ന് കേൾക്ക്. ഇനിയൊന്നും കേൾക്കാനുള്ള ബാല്യം തനിക്കില്ലെന്ന് മനസ്സിൽ പറഞ്ഞവൾ അവനിൽ നിന്നും പിടഞ്ഞു മാറി വാഷ്റൂമിലേക്ക് ഓടിക്കയറി കഥ കടച്ചു. വൈകാതെ ബ്രേക്ക്ഫാസ്റ്റിനായി അവർ 6 ജോഡികൾ അടുത്തുള്ള റെസ്റ്റോറന്റിൽ ഒത്തുകൂടി. അവിടുത്തെ സ്പെഷ്യൽ തന്നെ ടേബിൾ കൊണ്ടുവച്ചത് അക്കു. നമുക്ക് ഇടിയപ്പം മുട്ടക്കറിയും വേണം. ഫുഡ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഒരു ഹോയ് വിട്ടതേ ബാക്കിയുള്ളത് നിങ്ങൾ അവളെ മിഴിച്ചു നോക്കി. അല്ലെങ്കിൽ ദോശ ചമ്മന്തി ആയാലും മതി. നിഷ്കളങ്കത വാരി ഇറച്ച് പറയുന്ന കേട്ട് ആൺപടകൾ അവളിൽ നിന്ന് തിരികെ കിച്ചുവിനെ ദയനീയമായി നോക്കിയതും അവന് യാതൊരു കൂസലുമില്ലാതെ, എന്റെ മുഖത്തോട്ട് നോക്കാ തൊട്ടടുത്തേക്ക് നോക്കണേടാ എന്ന എക്സ്പ്രഷൻ ഇട്ടതേ അവരുടെ മിഴികൾ അവർക്കരികിലായിരിക്കുന്ന പാതികളിൽ ഉടക്കി. അക്കുവിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചെങ്കൊടി കയ്യിലേന്തിയ കണക്ക് ഫോർക്കും പിടിച്ച് മുഖം ചുളിക്കിരിക്കുന്ന ബാക്കിയുള്ള പെൺപട. അക്കു, ഇതെവിടുത്തെ സ്പെഷ്യൽ ഫുഡാ, ഒന്ന് ട്രൈ നോക്ക്. കിച്ചു സമാധാനത്തിന്റെ വെള്ളക്കൊടി വീശി. ഏത്, ഈ ബ്രെഡും ജാമും പാരയ്ക്കോ? ഇതൊക്കെ കഴിക്കാനാണോ പഠിച്ചോനെ ഞാൻ ഫ്ലൈറ്റും പിടിച്ച് ഇങ്ങോട്ട് വന്ന്? അക്കു രോധിച്ച് വീശു. സത്യം, കുറച്ച് ദോശമാവ് വീട്ടിലുണ്ടായിരുന്നു. ഇതൊക്കെ എവിടെ ഉള്ളായിരുന്നെങ്കിൽ അതായിരുന്നു ആദ്യം പാക്ക് ചെയ്യേണ്ടിയിരുന്നത്. മിക്കവാറും പട്ടിണി മൂലം ഐസുവരി കഴിക്കേണ്ടി വരും. അവളുടെ ഡയലോഗിൽ കണ്ണുമിഴിഞ്ഞു പോയ ഹരി അവന്മാർക്ക് നേരെ വലിച്ചു കിളി നൽകി. അതല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. അല്ലേലും നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങാനുണ്ടോ? ജസ്റ്റ് എന്നോടൊന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ എന്റെ ബാഗിലോട്ട് എടുത്തു വെക്കില്ലായിരുന്നോ? ഹോ, ഹൊറിബിൾ. യേശുവിന് പുറകെ എബി അവളെ കുറ്റപ്പെടുത്തി ചോദിച്ചതും, എബി നീയും
എന്ന് ദയനീയ എക്സ്പ്രഷൻ ഇട്ടവന്മാർ അവനെ നോക്കിയതും വിശപ്പിന്റെ കാര്യത്തിൽ ഞാൻ റിസ്ക് ഇഴുക്കുള്ള മച്ചാൻസ് 12 കൊക്കപ്പുഴികൾ സ്വന്തമായിട്ട് വയറിനകത്ത് വളർത്തുന്നു എന്ന് പറഞ്ഞവൻ വീണയ്ക്ക് നേരെ നിനക്കെങ്കിലും ഒന്ന് എടുത്തു വെക്കായിരുന്നില്ലേ വീണു? അത് ഞാൻ എന്റെ ബാഗ് ഊരി വിടുന്നപ്പോഴേ കണ്ടേ, അല്ലെ ഈ ചാനലിൽ പാക്ക് ചെയ്ത് എന്ന് ദയനീയമായ സംസാരം കേൾക്ക്. ഇപ്പൊ എങ്ങനെ ഇരിക്കണു എന്ന രീതിയിൽ അവർ 5 വീണയെ ബിയെയും നോക്കി. അവരൊത്ത ചക്കി തന്നെ കിട്ടിയെന്ന ആത്മയോടെ ഇരുന്നു. അല്ല, ഇനി നിങ്ങൾക്ക് മൂന്നാൾക്കൊന്നും പറയാനില്ലേ? ഡേവി ശിവയെയും ലീവിനെയും ശ്രീയെയും നോക്കി ചോദിച്ചു. 3 എന്ന് പറഞ്ഞ് തോള് പൊന്തിച്ചു. അവസാനം ആ റെസ്റ്റോറന്റിൽ ഇന്ത്യൻ ഫുഡ് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ആ ഒരു പൂരിയും കറിയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. തുടരും.